പിറ്റേന്നു രാവിലെ ഉമ്മറത്ത് പൂച്ചയെ കാണാഞ്ഞ് ആ സ്ത്രീക്ക് കലി വന്നു. അവൾ അതിനെ എല്ലായിടത്തും തിരഞ്ഞു. തെരുവിലും ചന്തയിലുമെല്ലാം അന്വേഷിച്ചു. എവിടെ കണ്ടെത്താൻ? അവൾക്ക് ശുണ്ഠി മൂത്തു. പൂച്ചയെ ആരോ കൊണ്ടുപോയിട്ടുണ്ട്, അവൾ സ്വയം പറഞ്ഞു. പിന്നീടാണ് തലേ ദിവസം തന്നെ ഉപദേശിക്കാൻ വന്ന അയൽക്കാരനെ കുറിച്ചോർത്തത്. ആ പഹയൻ തന്നെയായിരിക്കണം. അവൾ വേഗം അയൽവീട്ടിലേക്കോടി. അയൽക്കാരൻ വാതിൽ തുറന്നു. എനിക്കറിയാം, നിങ്ങൾ തന്നെയാണ് എന്റെ പൂച്ചയെ കട്ടത്, കരിങ്കള്ളൻ. എനിക്കിപ്പോൾ തന്നെ എന്റെ പൂച്ചയെ കിട്ടണം, അവൾ ഒരു മര്യാദയുമില്ലാതെ പറഞ്ഞു. ഇല്ല, നിങ്ങൾ ക്രൂരയാണ്. ഒരു പൂച്ചയെ വളർത്താൻ നിങ്ങൾക്ക് അർഹതയില്ല, അയാൾ പറഞ്ഞു. അത് പറയാൻ നിങ്ങൾ ആരാ? മര്യാദയ്ക്ക് എന്റെ പൂച്ചയെ തരുന്നതാണ് നല്ലത്. അവൾ കോപം കൊണ്ട് വിറയ്ക്കുന്നുണ്ടായിരുന്നു. മേലിൽ പൂച്ചയെ നന്നായി വളർത്തിക്കോളാം എന്ന് വാക്കു തരാമെങ്കിൽ ഞാൻ അതിനെ നിങ്ങൾക്ക് തരാം എന്ന് അയാൾ പറഞ്ഞു. ഗത്യന്തരമില്ലാതെ അവൾക്കത് സമ്മതിക്കേണ്ടി വന്നു. വാക്കാണല്ലോ? അയൽവാസി ചോദിച്ചു. അതെ, വാക്ക്. അവൾ തലകുനിച്ചു. നന്നായി ഭക്ഷണം കൊടുക്കണം. ശുണ്ഠി വരുമ്പോൾ പൂച്ചയോട് തീർക്കരുത്. രാത്രി പുറത്തേക്ക് വലിച്ചെറിയരുത്. എല്ലാം ഓർമ്മയുണ്ടല്ലോ? തീർച്ചയായും, അവൾ ചിരി അഭിനയിച്ചുകൊണ്ട് പറഞ്ഞു. ഇന്നു മുതൽ ഞാൻ അതിനെ നന്നായി വളർത്തിക്കോളാം. ആ സ്ത്രീ വാക്കു പാലിച്ചോ? ഇല്ല, അശേഷം പാലിച്ചില്ല. അവൾക്ക് അതിനുദ്ദേശവും ഉണ്ടായിരുന്നില്ല. പൂച്ചയെ തിരിച്ചു കിട്ടാൻ അവൾ അയൽവാസിയോട് മനഃപൂർവ്വം കളവ് പറയുകയായിരുന്നു. പൂച്ചയുമായി വീട്ടിൽ തിരിച്ചെത്തിയ അവൾ അതിനോട് മുമ്പത്തേക്കാളും ക്രൂരമായി പെരുമാറി. കഴുത്തിൽ കയറിട്ട് അവൾ ആ പാവത്തിനെ ഒരു കസേരക്കാലിൽ കെട്ടിയിട്ടു. ഭക്ഷണം പോയിട്ട് വെള്ളം പോലും കൊടുത്തില്ല. അനേക ദിവസം പട്ടിണി കിടന്ന് ഒടുവിൽ ആ സാധു മൃഗം ചത്തു. ഹോ, എന്തൊരു ക്രൂരത! പ്രവാചകന്റെ ഒരനുചരൻ അത്ഭുതം പ്രകടിപ്പിച്ചു. ഒരു പെണ്ണിന് ഇത്രക്ക് ദുഷ്ടയാവാൻ കഴിയുമോ എന്ന് മറ്റൊരാൾ. അതെ, പ്രവാചകൻ പറഞ്ഞു. ഈ ചെയ്തി മൂലം അവൾ ദൈവകോപം സമ്പാദിച്ചു വെച്ചു. സാധുജീവിയോട് ക്രൂരത കാട്ടിയതിനാൽ ഇവളെ അള്ളാഹു നരകത്തിലേക്ക് അയക്കുകയും ചെയ്തു.